നമസ്കാരം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വശത്ത് നോക്കിയാൽ വൈദ്യശാസ്ത്രം ഓരോ ദിവസവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ മറുവശത്ത് നമ്മളിൽ കൂടുതൽ പേരും എന്നത്തേക്കാളും രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ ഒരു കാരണമുണ്ട്. ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന ഒരു നിശബ്ദ മഹാമാരി. അതിന്റെ പേരാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ. അപ്പോ എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ കാരണം? നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഹൃദ്രോഗം, പ്രമേഹം, ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ഇതിന്റെയൊക്കെ കണക്കുകൾ ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം 400-ലധികം ആളുകളാണ് ഹൃദയാഘാതം മൂലം മരിക്കുന്നത്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, അതിൽ പകുതി പേരും 50 വയസ്സിൽ താഴെയുള്ളവരാണെന്നതാണ്. എന്താണ് ഇതിന്റെല്ലാം ഒരു മൂലകാരണം? ഈ കണക്ക് കാണുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുമല്ലേ? ലോകത്തു നടക്കുന്ന മരണങ്ങളിൽ പകുതിയിലധികത്തിനും കാരണം ഇൻഫ്ലമേഷനുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതൊരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയാണ്. ഈ കാണുന്ന രോഗങ്ങളുടെ എല്ലാം പേര് പലതാണെങ്കിലും ഇതിന്റെ എല്ലാം യഥാർത്ഥ വില്ലൻ ഒന്നുതന്നെയാണ്: നമ്മുടെ ശരീരത്തിൽ നിയന്ത്രണമില്ലാതെ വിട്ടുമാറാതെ നിൽക്കുന്ന ഇൻഫ്ലമേഷൻ. അപ്പോ ഈ വലിയ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണ്? അത് പുറമേ കാണുന്നതിലും ഒരുപാട് ആഴത്തിലാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഘടകമായ കോശങ്ങൾക്കുള്ളിൽ നിന്നാണ്. അവിടെ നടക്കുന്നൊരു പ്രധാനപ്പെട്ട പോഷക അസന്തുലിതാവസ്ഥയാണ് ഈ കഥയിലെല്ലാം വില്ലനാകുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും ഉള്ളിലേക്ക്, ആ കോശങ്ങളുടെ തലത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ പ്രശ്നം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്താണെന്നറിയണം. ആ പേരിൽ തന്നെയുണ്ട്, എസെൻഷ്യൽ, അതായത് അത്യാവശ്യം. ഇവയില്ലാതെ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്: നമ്മുടെ ശരീരത്തിന് ഇത് സ്വയം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഒമേഗ-6, ഒമേഗ-3. ഇവയുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. ഒമേഗ-6 ഒരു തീ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോഴോ അണുബാധ വരുമ്പോഴോ പ്രതിരോധിക്കാൻ കുറച്ച് ഇൻഫ്ലമേഷൻ ആവശ്യമാണ്. അതൊരു നല്ല കാര്യമാണ്. ആ തീ കത്തിക്കാൻ ഒമേഗ-6 വേണം. എന്നാൽ ഒമേഗ-3 എന്താ ചെയ്യുക? അത് വെള്ളം പോലെയാണ്. ആ തീ അണച്ച് എല്ലാം പഴയപടിയാക്കാൻ സഹായിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. തീ കത്തിക്കാൻ ആളുണ്ട്, പക്ഷേ അത് അണയ്ക്കാൻ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഇത് കാണുമ്പോഴാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് ശരിക്കും മനസ്സിലാവുന്നത്. നമ്മുടെ പൂർവികർ കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ ഈ തീയും വെള്ളവും ഏകദേശം 1:1 എന്ന കണക്കിലായിരുന്നു. പെർഫെക്റ്റ് ബാലൻസ്. ആരോഗ്യപരമായി വേണ്ടത് 3:1 എന്ന അനുപാതമാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയോ? പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ കാരണം നമ്മുടെ അനുപാതം ശരാശരി 15:1 മുതൽ 25:1 വരെയായി മാറി. അതായത് ശരീരത്തിൽ തീ ആളിക്കത്തുകയാണ്, പക്ഷെ അത് കെടുത്താനുള്ള വെള്ളം ആവശ്യത്തിനില്ല. ഈ ഒരവസ്ഥയാണ് സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഏകദേശം 37 ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, അത്രയും ചെറിയ ചെറിയ ജീവന്റെ തുടിപ്പുകൾ. അപ്പോൾ നമ്മുടെ ആരോഗ്യമെന്ന് പറയുന്നത് ശരിക്കും ഈ ഓരോ കോശത്തിൻ്റെയും ആരോഗ്യമാണ്, അല്ലേ? ഈ ഒമേഗ അനുപാതത്തിലെ പ്രശ്നം നമ്മുടെ ഓരോ കോശത്തെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ കോശത്തിനും ഒരു ഗേറ്റ് കീപ്പറുണ്ട്, ഒരു മതില് പോലൊരു ഭാഗം. അതിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആവശ്യത്തിന് ഒമേഗ-3 ഉണ്ടെങ്കിൽ ഈ മതില് ഒരു സ്പോഞ്ച് പോലെ മൃദുവായിരിക്കും. പോഷകങ്ങൾക്ക് എളുപ്പത്തിൽ അകത്തേക്ക് വരാം, മാലിന്യങ്ങൾക്ക് പുറത്തേക്കും പോകാം. പക്ഷെ ഒമേഗ-3 കുറഞ്ഞാലോ? ഈ മതില് കല്ലുപോലെ ഉറച്ചുപോകും. പിന്നെ പോഷകങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല, മാലിന്യങ്ങൾ പുറത്തു പോകുകയുമില്ല. ഇതാണ് മിക്ക ക്രോണിക് രോഗങ്ങളുടെയും തുടക്കം. ശരി, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഒരു ഒമേഗ-3 ഗുളിക വാങ്ങിക്കഴിച്ചാൽ പ്രശ്നം തീർന്നില്ലേ എന്ന്. നമ്മളിൽ പലരും അത് ചെയ്യുന്നുമുണ്ട്, അല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകളുടെ ശരീരത്തിൽ മാറ്റം വരാത്തത്? കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മിക്ക ഫിഷ് ഓയിലുകൾക്കും വലിയൊരു പ്രശ്നമുണ്ട്. അതിന് നമുക്ക് സ്റ്റെബിലിറ്റി സ്കാൻഡൽ എന്ന് വിളിക്കാം. ഇതിനെപ്പറ്റി ഡോക്ടർ കോളിൻ റോബർട്ട്സൺ തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമാണിത്. ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ? ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ എണ്ണ, ഏറ്റവും മികച്ച മത്സ്യത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സംഭവം കൊള്ളാമെന്ന്. പക്ഷേ ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? ഇതാണ് സത്യം. നമ്മൾ ശുദ്ധീകരിച്ച് കുപ്പിയിലാക്കുന്ന ഒമേഗ-3 എണ്ണയ്ക്ക് ഒരു സ്ഥിരതയുമില്ല. ഒരു ആപ്പിൾ മുറിച്ചുവെച്ചാൽ അത് ബ്രൗൺ നിറമാവുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ എണ്ണയും വായുവോ വെളിച്ചമോ ചൂടോ തട്ടിയാൽ വളരെ പെട്ടെന്ന് കേടുവരും, ചീത്തയാവും. നമ്മുടെ ശരീരത്തിനുള്ളിലെ ചൂടുകൊണ്ടുപോലും അത് നശിച്ചു പോകാം. ഇങ്ങനെ കേടുവന്ന എണ്ണ ഗുണം ചെയ്യുന്നതിന് പകരം ശരീരത്തിന് ദോഷം ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ പിന്നെ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. അതിനുള്ള ഉത്തരം പ്രകൃതിയിൽ തന്നെയുണ്ട്.
പ്രകൃതി എങ്ങനെയാണോ ഈ പ്രശ്നം പരിഹരിക്കുന്നത് അത് അതേപോലെ അനുകരിക്കുക എന്നതാണ് വഴി. അങ്ങനെ ചില പുതിയ സമീപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഈ 2 ചിത്രങ്ങളിലേക്കൊന്ന് നോക്കൂ. ഇടതുവശത്ത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ഫിഷ് ഓയിൽ ക്യാപ്സൂൾ, വലതുവശത്ത് ഒരു പുതിയ രീതിയിലുള്ള ഉൽപ്പന്നം. ഒറ്റനോട്ടത്തിൽ ഒരുപോലെ ഇരിക്കാം, പക്ഷേ ഇവ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസമെന്നല്ലേ? ഇവിടെയാണ് ആ രഹസ്യം ഇരിക്കുന്നത്. പ്രകൃതിയിൽ ഒരു മത്സ്യത്തിന്റെ ഉള്ളിൽ ഒമേഗ-3 ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്. അതിനൊരു ബോഡിഗാർഡുണ്ട്, ഒരു സംരക്ഷണ കവചം. അതിനെയാണ് പോളിഫിനോളുകൾ എന്ന് പറയുന്നത്. ഈ പോളിഫിനോളുകളാണ് ഒമേഗ-3യെ കേടുവരാതെ സംരക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ ഫിഷ് ഓയിൽ ഉണ്ടാക്കുമ്പോൾ എന്തുപറ്റും? ഈ ബോഡിഗാർഡിനെ നമ്മൾ പുറത്താക്കും. അപ്പോൾ പിന്നെ പുതിയ രീതി എന്താണെന്നല്ലേ? ഒലിവ് ഓയിലിൽ നിന്ന് കിട്ടുന്ന ശക്തമായ പോളിഫിനോളുകളെ ഈ ഫിഷ് ഓയിലുമായി വീണ്ടും ചേർക്കുന്നു. അതോടെ ആ ബോഡിഗാർഡ് തിരികെ എത്തി. ഇത് ഒമേഗ-3യെ നമ്മുടെ കോശങ്ങളിൽ എത്തുന്നതുവരെ ഫ്രഷായി നിലനിർത്തുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയ സൊല്യൂഷനുണ്ട്. പക്ഷേ അതെനിക്ക് വർക്ക് ചെയ്യുമോ എന്ന് എങ്ങനെ അറിയും? വെറുതെ ആണെങ്കിലും പറയുന്നത് വിശ്വസിച്ചാൽ മതിയോ? പോരാ, നമ്മൾക്ക് തെളിവ് വേണം. നമ്മുടെ സ്വന്തം ശരീരത്തിലെ തെളിവ്. ഊഹിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതാണ്. അതിനൊരു വളരെ സിമ്പിളായിട്ടുള്ള വഴിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെയുള്ള ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് ടെസ്റ്റ്. പേരുകെട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. വീട്ടിലിരുന്ന് തന്നെ വിരലിന്റെ തുമ്പിൽ നിന്ന് 1-2 തുള്ളി രക്തമെടുത്ത് ഒരു കാർഡിൽ ഉണക്കി അയച്ചാൽ മതി. ലോകത്തിലെ തന്നെ മികച്ച ലാബുകളിൽ ഇത് പരിശോധിച്ച് നിങ്ങളുടെ ശരീരത്തിലെ ഒമേഗ അനുപാതം എത്രയാണെന്ന് കൃത്യമായി പറഞ്ഞുതരും. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ലോകമെമ്പാടും ടെസ്റ്റ് ചെയ്തവരിൽ 97% പേരും, ഞാൻ ഒന്നുകൂടി പറയാം, 100-ൽ 97 പേരും ഔട്ട് ഓഫ് ബാലൻസ് ആണ്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്ഥിരമായി മറ്റു ഒമേഗ-3 സപ്ലിമെന്റ് കഴിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് ഫലപ്രദമാണോ എന്ന് പരിശോധിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ. ഒരു യഥാർത്ഥ സംഭവം ഞാൻ പറയാം. ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയുള്ള, പോഷകാഹാരത്തിൽ അറിവുള്ള 63 വയസ്സുള്ള ഒരാൾ. അദ്ദേഹം ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് കണ്ടോ? 23.1:1. അതായത് അപകടകരമായ അവസ്ഥ. പക്ഷെ ശരിയായ ഉൽപ്പന്നം ഉപയോഗിച്ച് വെറും 120 ഡേയ്സ്, അതായത് 4 മാസം കഴിഞ്ഞപ്പോൾ സംഭവിച്ച മാറ്റം നോക്കൂ. 2.9:1. അതായത് തികച്ചും ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് മാറി. ഇതാണ് നമ്മൾ പറഞ്ഞ തെളിവിന്റെ ശക്തി. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോയ്സ് വളരെ സിമ്പിളാണ്. ഒന്നുകിൽ പ്രതിരോധത്തിനായി ഒരു ദിവസത്തെ ചായയുടെയോ കാപ്പിയുടെയോ കാശ് ചെലവാക്കുക, അല്ലെങ്കിൽ പിന്നീട് ഒരു വലിയ രോഗം വരുമ്പോൾ അതിന്റെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവാക്കുകയും ആശുപത്രിയിൽ കഷ്ടപ്പെടുകയും ചെയ്യുക. ഇതിലേതാണ് ബുദ്ധിപരമായ തീരുമാനമെന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഇനി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഊഹിച്ചു നിൽക്കരുത്. എന്റെ ആരോഗ്യം ഓക്കെയാണ്, ഞാൻ നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നൊക്കെ വെറുതെ വിചാരിച്ചിരിക്കാതെ ആദ്യം ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ശരീരം എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് ശരിയായ നടപടികളിലൂടെ നിങ്ങളുടെ കോശങ്ങളുടെ ആരോഗ്യം, ആ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുക. കാരണം നിങ്ങളുടെ ആരോഗ്യം അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്.